അലമാരയിലെ സ്വർണത്തിന്റെ അളവ് കണ്ട് തല കറങ്ങിയെന്ന തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്വർണ്ണ കവർച്ചയ്ക്ക് പിടിയിലായ മോഷ്ടാവ് കല്ലിയൂർ സ്വദേശി ശ്രീകാന്താണ് തെളിവെടുപ്പിനിടെ പോലീസിനോട് സ്വർണം കണ്ടുണ്ടായ ബോധക്ഷയത്തിന്റെ കാര്യം പറഞ്ഞത്. കട്ടക്കോട് സ്വദേശിയുടെ വീട്ടിൽ നിന്നും 72 പവൻ കവർന്ന ശ്രീകാന്തിനെ കഴിഞ്ഞ ദിവസമാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് എടുത്തുകൊണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. ഛർദ്ദിച്ചിട്ടാണ് ഇതെല്ലാം കവറിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. മോഷണത്തിനായി വീട്ടിലേക്ക് എത്തിയ വഴിയും അകത്തേക്ക് പ്രവേശിച്ചതും വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ രീതിയും ഏറ്റുപറഞ്ഞു. 2 അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കവർന്നത്. ഇതിൽ ആദ്യ അലമാരയുടെ വാതിൽ തുറന്നപ്പോൾ ഡ്രോയറിന്റെ മുകളിലായി താക്കോൽ കണ്ടു. ഇത് രണ്ടാമത്തെ ഡ്രോയർ തുറക്കാനുള്ള വഴി എളുപ്പമാക്കി. ചെറിയ പെട്ടികളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണമെടുത്ത് അടുത്ത മുറിയിലേക്ക് നീങ്ങി. അടുത്ത മുറിയിലെ അലമാരയുടെ വാതിൽ തുറക്കാനുള്ള ശ്രമത്തിനിടെ അലമാരയുടെ മുകളിലിരുന്ന താക്കോൽ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെടുത്ത് ഡ്രോയർ തുറന്നതോടെ കവർന്ന സ്വർണത്തിന്റെ അളവ് 72 പവനായി. സ്വർണം കിട്ടിയതോടെ കോളടിച്ചെന്നുറപ്പാക്കി വീട്ടിൽ നിന്നിറങ്ങി വന്ന വഴി മടങ്ങി. ബൈക്ക് കവർച്ച അന്വേഷിച്ചെത്തിയ ഫോർട്ട് ഇൻസ്പെക്ടറുടെ നേതൃത്വമുള്ള സംഘമാണ് ശ്രീകാന്തിനെ പിടികൂടുന്നത്. ചോദ്യം ചെയ്യലിനിടെ കാട്ടാക്കടയിലെ വീട്ടിൽ കയറിയതും സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചതും ഏറ്റുപറഞ്ഞു. ശ്രീകാന്തിന്റെ വീട്ടിലെത്തിയുള്ള പരിശോധനയിൽ പോലീസിന്റെ കണ്ണും മഞ്ഞളിച്ചു. കവർന്ന സ്വർണമെല്ലാം വീട്ടിനുള്ളിൽ ഭദ്രമായുണ്ട്. പിന്നാലെയാണ് കാട്ടാക്കടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തത്. ക്രിസ്മസ് തലേന്ന് പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഷൈനും കുടുംബവും വീട്ടിൽ നിന്നും മാറിയ സമയത്തായിരുന്നു കവർച്ച. കാട്ടാക്കടയിലെ ഒരു വീട്ടിൽ മാത്രമാണ് കവർച്ച നടത്തിയതെന്ന ശ്രീകാന്തിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ഡിസംബർ അവസാനവും ജനുവരി ആദ്യവും കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിൽ നടന്ന കവർച്ചയിൽ ശ്രീകാന്തിന് പങ്കുണ്ടോ എന്നതും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു.